മൂക്കിന് നാളെ കുറച്ച് രോമം മുളച്ചെന്ന് കരുതി ആരും ആണാവില്ല. ചങ്കുട്ടും ചങ്കുറപ്പം വേണം, അവന് മാത്രമേ ആണെന്ന് വിളിക്കാൻ പറ്റൂ. അതല്ലാതെ ചെറുപ്പത്തിൽ അമ്മ പാടി തന്ന താരാട്ടുപാട്ടിന്റെ ഹാങ് ഓവർ മാറാതെ ജീവിക്കുന്ന നിന്നെയൊന്നും ആണുങ്ങളെ കാക്കാൻ പറ്റില്ല. ആകാശത്തിലൂടെ പറന്നു നടക്കുന്നു, പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണിപ്പാളും. ഇവന്റെ ഒക്കെ വീടും ഗോഡൌണും ബിനാമി വസ്തുക്കളും എല്ലാം ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കണം സാർ. എന്തെങ്കിലും തെളിവുകൾ കിട്ടാതിരിക്കില്ല. ഒന്നില്ലെങ്കിൽ നരി കിടന്ന മടയല്ലേ, ഒരു രോമമെങ്കിലും കാണാതിരിക്കില്ല. ജിത്തു വായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. ഓക്കേ. ഇങ്ങനെ വായിൽ കൊള്ളാത്ത ഡയലോഗുകളുമായി മലയാളികളുടെ സിനിമാസ്വാദനത്തെ വെല്ലുവിളിക്കാൻ സന്തോഷ് പണ്ഡിറ്റ് വീണ്ടും എത്തുന്നു. കൃഷ്ണനും രാധയ്ക്കും ശേഷം പണ്ഡിറ്റ് ഒരുക്കിയ രണ്ടാമത് ചിത്രമായ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിയേറ്ററുകളിലെത്തും. ആദ്യ ചിത്രത്തിലേതുപോലെ തന്നെ ക്യാമറ ഒഴികെ എല്ലാ മേഖലകളിലും സന്തോഷ് പണ്ഡിറ്റ് ഇക്കുറിയും കൈവയ്ക്കുന്നു. സിനിമയുടെ വിവിധ മേഖലകളിൽ പരീക്ഷണം നടത്തിയിട്ടും സംസ്ഥാന അവാർഡിന് പരിഗണിക്കാത്തതിൽ പണ്ഡിറ്റിന് അല്പം വിഷമമുണ്ട്. ഒരു അവാർഡ് കിട്ടുമ്പോൾ ആ അവാർഡ് കമ്മിറ്റി എല്ലാം തിരഞ്ഞു വരും. നമുക്ക് അവാർഡ് കിട്ടാതിരിക്കുമ്പോൾ അവാർഡ് കമ്മിറ്റി ഒന്നിനും കൊള്ളാത്തവരെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഒന്ന് പ്രധാനമായിട്ടും ഞാൻ പറയുന്നു, എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പതിവ് പോലെ തന്നെ. 8 ഗാനങ്ങൾ, 8 നായിക, 8 സംഘടനകൾ എന്ന സ്ഥിരം ഫോർമുല പണ്ഡിറ്റ് ഇക്കുറിയും ഉപേക്ഷിച്ചിട്ടില്ല. 100 പുതുമുഖങ്ങളെയും ചിത്രം പരിചയപ്പെടുത്തുന്നു. മികച്ച ഗായകനല്ലെങ്കിലും സദസ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് ഒരു ഗാനം ആലപിക്കാനും പണ്ഡിറ്റ് തയ്യാറായി. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല, നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല, കാമിനി കാമിനി. ഞാനൊരു ഗായകനോ ഒന്നുമല്ല. മിനിമോളുടെ അച്ഛൻ എന്ന 3-ാമത് ചിത്രത്തിന്റെ പണിപ്പുരയിലാണെന്ന മുന്നറിയിപ്പ് നൽകിയാണ് സന്തോഷ് പണ്ഡിറ്റ് മടങ്ങിയത്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.